ഈ കൊലപാതകം ഒരു വൈരനിര്യാതന ബുദ്ധിയിൽ സംഭവിച്ചതാണ് എന്ന സൂചനകൾ വരുന്നു. നേരത്തെ ആസാം സ്വദേശിയായ ഒരു ജീവനക്കാരൻ ജോലിക്കായി ആ വീട്ടിലുണ്ടായിരുന്നു. അയാൾ ഇതിലെ വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിച്ച സംഭവത്തിൽ അയാളെ പോലീസ് പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിലുള്ള ഒരു വൈരാഗ്യം തീർത്തതാണോ ഈ കൊലപാതകം എന്ന സംശയത്തിൽ ഊന്നിക്കൊണ്ടാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പരിശോധനയും അന്വേഷണവും മുന്നോട്ട് പോകുന്നത് എന്നാണ് ശ്രീ വി എൻ വാസവൻ നമ്മളുമായി പങ്കുവെച്ച വിവരങ്ങളിലെ ഉള്ളടക്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ഏതായാലും ഈ കാര്യങ്ങൾ കൂടുതൽ ശക്തമായ പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇതിന്റെ ശരിയായ വസ്തുതകൾ പുറത്തേക്ക് വരുള്ളൂ, വെളിച്ചത്തിലേക്ക് വരുള്ളൂ. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട്. ടോബി, മിനിസ്റ്റർ വി എൻ വാസവൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിലേക്കുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്നത് നേരത്തെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ആസാമീസുകാരനിലേക്കാണ്, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്കാണ്. കാരണം വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. മറിച്ച് ഒരു ക്രൂരതയോടുകൂടി ഒരു പ്രതികാരദാഹത്തിൽ നടത്തിയ കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു എന്നാണ്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ ടോബി? ഗോപി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. അതായത് ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതായത് ഈ മരിച്ച ആളുകളുമായി ആർക്കൊക്കെയാണ് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? കാരണം പോലീസ് പ്രധാനമായിട്ടും ഈ മോഷണ ശ്രമത്തിനിടെ നടന്നൊരു കൊലപാതകം എന്നുള്ളൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാതിൽ തകർത്തകത്ത് കയറാനുള്ള ഒരു ശ്രമമൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ അടുത്തറിയാവുന്ന ആരെങ്കിലുമാണോ ഈ ഒരു കൊലപാതകം നടത്തിയതെന്നൊരു സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു അസം സ്വദേശിയായിട്ടുള്ള ഇതര സംസ്ഥാന ജീവനക്കാരന് തൊഴിലാളിയെ ഇവർക്ക് പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുക്കുകയും ആ നടപടികൾ പുരോഗമിച്ചു വരികയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. അതായത് അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പ്രാഥമികമായി ഒരു സംശയം നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് പോലീസ് നിലവിൽ ആ ഒരു സൂചന പുറത്തുവിട്ടത്. ശരി ടോബി, നമുക്കിത് വിശദമായി പരിശോധിക്കാം. കോട്ടയം നഗരത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണം കൊലപാതകമാണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി വി എൻ വാസവൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇത് വൈരനിര്യാതന ബുദ്ധിയിൽ നടത്തിയതാണ്, വൈരാഗ്യം തീർത്ത കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടുപേരെയും നഗ്നരാക്കിയാണ് ഉള്ളത്. രക്തം വാർന്നൊലിക്കുന്ന നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന സൂചന കൂടി മന്ത്രി വി എൻ വാസവൻ നേരത്തെ സംസാരിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ? ആരാണ് ഈ കൊലപാതകം നടത്തിയത്? ഏത് ദിശയിലാണ് പോലീസിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്? നാട്ടുകാർക്ക് വിജയകുമാർ ഭാര്യയെയും കുറിച്ച്, ആ ദമ്പതികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കൊലപാതകത്തിന് പിന്നിൽ ചുരുളഴിയാൻ മറ്റു ദുരൂഹതകൾ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ പരിശോധനകൾ ആവശ്യമായി വരുന്നു. നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം.